വിനോദസഞ്ചാര ഭൂപടത്തിൽ വലിയ സ്ഥാനമുണ്ടാകേണ്ട പയ്യന്നൂരിലെ ഗാന്ധി സ്മൃതി മ്യൂസിയം വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറുന്നു. സന്ദർശകർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധം ഇവിടെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്മരണകൾ ഉറങ്ങുന്ന പയ്യന്നൂരിലെ ഗാന്ധി സ്മൃതി മ്യൂസിയം അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. സന്ദർശകർക്കായി തുറന്നുകൊടുത്ത ഈ ചരിത്ര സ്മാരകം ഇന്ന് നഗരത്തിലെത്തുന്നവർക്ക് സൗജന്യമായി വാഹനം പാർക്ക് ചെയ്യാനുള്ള വെറുമൊരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മ്യൂസിയം കാണാനെത്തുന്നവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധം കെട്ടിടത്തിന്റെ മുറ്റം വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മിനി സിവിൽ സ്റ്റേഷനിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള ഇടമായാണ് മ്യൂസിയം പരിസരത്തെ കാണുന്നത്. ഇവിടെ പാർക്കിംഗ് പാടില്ല എന്നൊരു ബോർഡ് പോലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന സന്ദർശകർക്ക് പോലും തങ്ങളുടെ വാഹനം ഒതുക്കിവെക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണിവിടെ. 1910 ഇൻഡോ യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ച പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് നവീകരിച്ച് മ്യൂസിയമാക്കിയത്. തകർന്നു വീഴാറായ അവസ്ഥയിൽ നിന്നും പുരാവസ്തു പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോടികൾ ചിലവഴിച്ചാണ് ഇത് സംരക്ഷിച്ചത്. ജില്ലയിലെ ആദ്യത്തെയും സംസ്ഥാനത്തെ രണ്ടാമത്തെയും സർക്കാർ മ്യൂസിയമാണിത്. അധികൃതർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ഈ മ്യൂസിയം വെറുമൊരു കെട്ടിടമായി അവശേഷിക്കുമെന്നും പയ്യന്നൂരിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വലിയ സ്ഥാനമുണ്ടാവേണ്ട ഈ കേന്ദ്രത്തെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ഇതൊന്നും കാണാനോ പരിഹരിക്കാനോ ആരും മുതിരുന്നില്ലെന്നത് തീർത്തും ലജ്ജാവഹം. ഇനി എന്നാണ് ഇതിനൊരു പരിഹാരമുണ്ടാകുക? ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.